അവർക്ക് സംശയം എങ്ങനെയാണെന്നറിയോ, ഈ മണികളും അച്ചിങ്ങയും എങ്ങനെയാണ് ഇങ്ങനെ വേർതിരിക്കണേ, എങ്ങനെയാ ഇത്ര മണികളുണ്ട് അവിടെ, എന്തൊക്കെയാണ് ചോദിക്കണേ. പിന്നെ പല പയറുണ്ട്, മുണ്ടോമ്പയറുണ്ട്, കൊലമറിയനുണ്ട്, തടപ്പയറുണ്ട്. പക്ഷെ ഏറ്റവും നല്ലത് ഒടിച്ചു കുളിക്കാൻ പാടല്ലേ, മീൻ കുനിഷ്ട. മഞ്ഞപ്പൊടി ഒരു ടിപ്പും കൂടെ ഞാൻ പറഞ്ഞു തന്നേക്കാം. അച്ചിങ്ങയുടെ കാര്യത്തില് പല കറികളുടെ കാര്യത്തിലും അങ്ങനെ ഉണ്ടെങ്കിലും അച്ചിങ്ങ പ്രത്യേകതയുണ്ട്. ഒരു വാടരി പോലെ രുചി വരും, അതുണ്ടാവാൻ പാടില്ല. വള്ളിയച്ചിങ്ങ ഇങ്ങനെ വേവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആരും കഴിക്കൂല, കാരണം കലങ്ങി മറിഞ്ഞ. ഇപ്പൊ ഞാനിപ്പോ നല്ലവരായ കുറെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞത് അനുസരിച്ച് എപ്പോഴും കുക്കർ വേവിക്കുമ്പോ കറിവേപ്പില ഭക്ഷണ സാധനത്തിന്റെ കൂടെ ഇടൂല കേട്ടോ. അച്ചിങ്ങ പുരാണത്തിലെ അച്ചിങ്ങ പയർ, നല്ല പയർ ഒലത്തിയതിന്റെ പയർ എന്ന് വെച്ചാൽ ആ പയർ മണികള് വെന്ത് വീർത്ത് അത് പൊട്ടും. ഏഴായിലക്കത്ത് പോലും അത് വരാൻ പോകുന്നില്ല. പയർ കിട്ടിയോ? പയറ് നല്ല സൂപ്പർ പയറ് ദാമോദരൻ ചേട്ടൻ പാടത്ത് വിതയ്ക്കണ നല്ല രുചിയാ. 2 kg. അതെ അതെ അതെ. ഇനി അമ്മ പയറ് വിശേഷങ്ങളിലേക്ക്. വെയിലുണ്ടോ പുറത്ത്? എങ്ങനെയുണ്ട് വെയില് പുറത്ത് പോയിട്ട്? രക്ഷപ്പെട്ടോ? ഇച്ചിരി കൂടി ആകാതോ? അപ്പൊ ഇവ പറഞ്ഞത് ഒരു പയറ് പറിച്ചു കഴിയുമ്പോ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട, ഞാനിപ്പോ ഒന്നും ചെയ്യണില്ല. വേണ്ട, പയറ് പറിച്ചു കഴിയുമ്പോ അവര് ചിലപ്പോ ഇവിടെ കൊണ്ടുപോയി തരും, ചിലപ്പോ വിളിക്കും. അങ്ങനെ കഴിക്കട്ടെ. അപ്പൊ വീണ്ടും പോവുകയാണ്. ഈ വെയിലത്താണോ അപ്പൊ പോണേ? എനിക്ക് വെയിലൊന്നും വിഷയമല്ല. കാലാവസ്ഥയുടെ ഒരു ഭാവമാറ്റം. ഇനി മഴ തുടങ്ങിയാൽ പറയും ഹൊയ്യോ എന്തൊരു മഴ. പാടത്തെ പയർ ഇതിന് പ്രത്യേകം പേരുണ്ടോ? മുണ്ടോമ്പയറല്ല, മുണ്ടോമ്പയർ ഇത്ര ഉണ്ടാവുള്ളൂ, വണ്ണം കാണില്ല. ശരി, നീളം കുറവാണ്, പക്ഷെ ടേസ്റ്റി. ഇത് ടേസ്റ്റ് ഉണ്ട്. മുണ്ടോമ്പയറിന്റെ ക്രോസിംഗ് ആയത്, വണ്ണവും ഉണ്ട്, ഇച്ചിരിയുടെ നീളമുണ്ട്. നാടൻ പയർ തന്നെയാണ് പാടത്ത് വിതയ്ക്കണത്. ഇത് ക്രോസിംഗ് കണ്ടാ അറിയാതെ. 1 kg 80 rupees, അല്ല 100 ആയിരുന്നു. ഇപ്പൊ 1 കിലോ 100 ആയെന്നാണ് പറഞ്ഞത്. കൊണ്ട് വെച്ചു വരാം കേട്ടോ. ഓക്കെ. ഒരുപാട് സബ്സ്ക്രൈബേഴ്സേ നമ്മൾ അച്ചിങ്ങാപ്പയർ ഒളുത്തി വെച്ചേക്കണ കാണുമ്പോ ചോദിക്കാറുണ്ട് ഇതൊന്ന് കാണിക്കാവോന്ന്. ഞാൻ തന്നെ ഇത് കാണിച്ചപ്പോ അടുത്തേക്കണ വീഡിയോയാ. അവർക്ക് സംശയം എങ്ങനെയാണെന്നറിയോ, ഈ മണികളും അച്ചിങ്ങയും എങ്ങനെയാണ് ഇങ്ങനെ വേർതിരിക്കണേ, എങ്ങനെയാ ഇത്ര മണികളുണ്ട് അവിടെ, എന്തൊക്കെയാണ് ചോദിക്കണേ. പറയാ, പൊളിയില് അച്ചിങ്ങയും ഒടിയിൽ അച്ചിങ്ങയും ഇവിടെ അപ്പം മിക്സ് ചെയ്ത് മേടിക്കും കടയിൽന്ന്. അപ്പൊ ഈ കടയിൽ ചെല്ലുമ്പോ സ്ഥിരം മേടിക്കുന്ന കടയായതുകൊണ്ട് അവരോട് പറയും പുളിയിൽ മാത്രം വേണ്ട, ഒരു പൊടി ഒടിയലും കൂടെ ഇടണമെന്നാ. അപ്പൊ ഈ ഒടിഞ്ഞതും പൊളിഞ്ഞതും കൂടെ പൊളിയലും കൂടെ ഉണ്ടെങ്കിൽ രുചി ഉണ്ടാവുള്ളൂ. മിക്സിങ് ആയിരിക്കണം. ചില സമയത്ത് പക്ഷെ ഒട്ടും ഒടിയലുണ്ടാവൂല. അപ്പൊ ഈ ഉണക്കപ്പയർ പോലെ ഇരിക്കും, പൊളിയൽ മാത്രമാവും. അത് ഫ്രഷ് ആയിട്ട് കൊണ്ടുപോയി അന്ന് പയർ കിട്ടുവാണെങ്കിൽ മിക്സിങ് ശരിക്കും എടുക്കാൻ പറ്റും. പിറ്റേ ദിവസം നമ്മൾ ചെന്ന് കടയിൽ നിന്ന് മേടിക്കണമെങ്കിൽ കൂടുതലും ഇങ്ങനെ പഴുപ്പൽ പോലെ ആകും. അപ്പൊ പൊളിയലായിരിക്കും, അതിന് ഇച്ചിരി രുചി കുറവുണ്ടാവും. പിന്നെ പല പയറുണ്ട്, മുണ്ടോമ്പയറുണ്ട്, കൊലമറിയനുണ്ട്, തടപ്പയറുണ്ട്, പിന്നെ വേറെ ഏതാണ്ട് വള്ളിയച്ചിങ്ങ, പിന്നെ പുള്ളിപ്പയറ്. ഇപ്പൊ കുറെ ഹൈബ്രിഡുകൾ ഇറങ്ങിയിട്ടില്ലേ, അങ്ങനെയുള്ള കുറെ ഐറ്റംസ് വേറെ ഉണ്ട്. പക്ഷെ ഏറ്റവും നല്ലത് പാടത്ത് വിതയ്ക്കണതേ ഇത്രേ ഉള്ള, അമ്മച്ചി പറഞ്ഞുകൊണ്ടിരുന്ന എങ്ങനെയാണെന്നറിയാമോ, ബീഡിക്കുറ്റിന്ന് ഇത്രേ ഉള്ള മുണ്ടോമ്പയറാണ്. അതിന്റെ ഒരു ബുദ്ധിമുട്ട് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ വീട്ടിലേക്ക് അത് പറിക്കുമ്പോ അന്നത്തെ കാലത്ത് ജോലിക്കാരെയൊക്കെ നിർത്തണം, അവരിരുന്ന് പണിയണത് കൊണ്ട് ഒടിച്ചു പൊളിച്ചു കിട്ടും. അല്ലെങ്കിൽ പിന്നെ എന്നാ എൻ്റെ ഗ്രാൻഡ് മദർ ചെയ്യണേന്ന് വെച്ചാൽ അമ്മ ഈ പനമ്പുണ്ട്, അന്നത്തെ കാലത്ത് എല്ലാ വീട്ടിലും ഉണ്ട്, നെല്ല് പുഴുങ്ങി ഉണക്കണം, പനമ്പിലേക്ക് ഇട്ട് ഉണക്കിയെടുക്കും. എന്നിട്ട് കുരു എന്നുള്ള മണി ഉണക്കപ്പയറായിട്ടെടുക്കും. അപ്പൊ ഉണക്കപ്പയറായിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടില്ല. ഇത് എന്നാന്ന് വെച്ചാൽ ഉണങ്ങി കഴിയുമ്പോ ഇല്ലേ കാലുകൊണ്ട് ഇങ്ങനെ ഈ മെതിക്കും പോലെ ഇങ്ങനെ കാണിച്ചു കഴിയുമ്പോ തൊണ്ടെല്ലാം പൊളിഞ്ഞ് മണിയായിട്ട് വേർതിരിക്കും. പിന്നെ അവരെ കൊണ്ടൊക്കെ കൊഴിപ്പിച്ച് പാറ്റിച്ച് നീറ്റാക്കി എടുക്കും. അങ്ങനെ എനിക്ക് ഇഷ്ടം പോലെ അന്ന് പ്ലാസ്റ്റിക്കോ കുപ്പിയോ ഒന്നുമില്ല. സാധനങ്ങൾ ഇടുന്ന എങ്ങനെയാന്ന് പറയുമ്പോൾ നീ കണ്ടിട്ടില്ല, ഇപ്പൊ എങ്ങുമില്ല. അത് ഇരുമ്പിന്റെ പാട്ട, ഇരുമ്പല്ലടി ഏതാണ്ട് ഇങ്ങനെ ഈ പാട്ട നഗരത്തിന്റെ. എന്നിട്ട് ആ പാട്ടയിൽ അമ്മ തന്നു വിടുമായിരുന്നു ഉണക്കപ്പയർ. ഇവിടെ അപ്പച്ചന് ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്നിട്ട് അപ്പച്ചൻ എപ്പോഴും ഭയങ്കര സന്തോഷമായിട്ട് പറയും, അപ്പച്ചൻ ഈ കർഷകനായതുകൊണ്ട് ഇതിന്റെ ബുദ്ധിമുട്ട് പറയും, എന്തോരം പയർ പറിച്ചാലാ ഇങ്ങനെ ഉണക്കിയെടുക്കണേന്ന്. എന്നിട്ട് എന്റെ ഗ്രാൻഡ് മദറിനെ
അപ്പച്ചൻ ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്ന ചേടത്തിന്ന് അതാണ്ട് ആ ചേടത്തി എന്തോരം കഷ്ടപ്പെട്ട ഞാൻ ചെല്ലുമ്പോൾ. അപ്പം ഞാൻ പറയും അവിടെ അങ്ങനെയൊന്നുമില്ല, ഇഷ്ടം പോലെ ഉണ്ടാക്കണോ. അപ്പം പച്ചപ്പയർ കൊണ്ടുവന്ന് ഇവിടെ ഒടിച്ചു കുളിക്കാൻ പാടല്ലേ, നീ കുനിഷ്ടാ, നീ കുഞ്ഞതാ, ഒടിച്ചു കുളിക്കുമ്പോൾ വേണമെങ്കിൽ തൊണ്ടു കുനിഷ്ടും കൂടെ എല്ലാം കൂടെ ഒന്നിച്ചു ഞെട്ടും എല്ലാം കൂടെ വാരി ഇതെന്നാ അമ്മച്ചിന്ന് ചോദിച്ചോണ്ട് അമ്മച്ചി വിളിക്കണേ ചോദിച്ചോണ്ടില്ലേ എല്ലാം കൂടെ വാരി കൂട്ടും. ഞാൻ ഒരേ വീക്കൊക്കെ തരും. അമ്മച്ചി പക്ഷെ സമ്മതിക്കൂല വീക്കാൻ. അമ്മച്ചി പിന്നെ അതെല്ലാം പിറക്കത്തിരിയും. അത് മിക്കവാറും പിറക്കത്തിരിഞ്ഞാലും കുറെ ഞെട്ട അതിനകത്ത് കിടക്കും. അങ്ങനെയൊക്കെ അറിഞ്ഞു നമ്മുടെ കുനിഷ്ട്. എന്റെ കുനിഷ്ട് വേറെ രീതിയിൽ. അപ്പൊ നമുക്ക് പയറ് ദേ കാണിച്ചു തരാം. വള്ളിയച്ചിങ്ങയില്ലേ, വള്ളിയച്ചിങ്ങയ്ക്ക് ഒട്ടും വേവില്ലാത്തതാ. അതിങ്ങനെ ഒന്നും വേവിക്കണ്ട. ഉള്ളിയും മുളകും മൂപ്പിച്ചേച്ച് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളിയും മുളകും വേപ്പിലെല്ലാം മൂപ്പിച്ചേച്ച് അതിനകത്തേക്ക് വള്ളിപ്പയറാണെങ്കിൽ വള്ളിപ്പയർ കഴുകി വൃത്തിയാക്കി ഇട്ടേച്ച് അതിലേക്ക് ഇട്ട് തട്ടിപ്പൊത്തി വെച്ച് ഇതൊക്കെ വേവിക്കൂലേ, ആവിയിൽ വേവിക്കൂലേ, കപ്പങ്ങയൊക്കെ തോരനുണ്ടാക്കൂലേ, ബീൻസൊക്കെ തോരനുണ്ടാക്കൂലേ, അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ വള്ളിയച്ചിങ്ങ തോരൻ ഉണ്ടാക്കുവാണെങ്കിലും അങ്ങനെ തന്നെ ഉണ്ടാക്കാം, ഉലർത്തുവാണെങ്കിലും അങ്ങനെ തന്നെ ചെയ്യാം. കാരണം വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ വെന്ത് കിട്ടും. ഈ പയറിന് വേവുള്ളത് അങ്ങനെ വേവിച്ചാൽ കടുകടൂന്നിരിക്കും, വേവൂല. അപ്പൊ ഈ പയർ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ വെള്ളം നോക്കിക്കേ, പൊടിക്ക് വെള്ളം ഒഴിക്കണം. നഗയ്ക്കൊന്നും വേണ്ടാട്ടോ, ഒരുപാട് കുഴഞ്ഞു പോകും. ഇവിടെ ഉപ്പുണ്ടോന്ന് നോക്കിയത്, ഉപ്പിട്ടോന്ന് നോക്കിയതാ. ഇവിടെ ഇച്ചിരി നന്നായിട്ട് കുഴഞ്ഞിരിക്കുന്നതാണ് ഇഷ്ടം. ചിലപ്പോൾ എന്നോട് അപ്പ ഇവിടെ പറയാറുണ്ട് പയറ് വേവിച്ചിട്ട് ശരിക്കും കുഴഞ്ഞിട്ടില്ലാന്ന്. എനിക്ക് പക്ഷെ അത്രയും അച്ചിങ്ങ കുഴയണ ഇഷ്ടമല്ല. പക്ഷെ ഇവിടെ കുഴഞ്ഞില്ലെങ്കിൽ പറയും കടുകടൂന്നിരിക്കണം എന്ന് പറയും. അപ്പൊ അത് നമ്മള് ഇതിനാവശ്യത്തിനുള്ളതേ സ്വല്പം ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ് കേട്ടോ. ഈ പയറിന് ആവശ്യത്തിനുള്ള ഉപ്പ്. പയറിൽ നിന്ന് സ്വല്പം വെള്ളം ഇറങ്ങും, അതുകൊണ്ട് അധികം വെള്ളം വേണ്ടാന്ന് ഞാൻ പറഞ്ഞു. ഉപ്പും ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ട് നമ്മൾ വേവിക്കുക. വേവിച്ചതിന് ശേഷം 2 വിസിലടിച്ചാൽ മതി കേട്ടോ, വെന്ത് കിട്ടും. ദേ മഞ്ഞൾപ്പൊടി ഒരു ടിപ്പും കൂടെ ഞാൻ പറഞ്ഞു തന്നേക്കാം. അച്ചിങ്ങയുടെ കാര്യത്തിൽ പല കറികളുടെ കാര്യത്തിലും അങ്ങനെ ഉണ്ടെങ്കിലും അച്ചിങ്ങ പ്രത്യേകതയുണ്ട്. ഒരു കാര്യം കൂടെ പറഞ്ഞു തന്നേക്കാം. ദേ ഒന്ന് മറിക്കാം. ദേ ഇത് നമ്മള് മാക്സിമം ഇല്ലേ, പണ്ടൊക്കെ ഞങ്ങളുടെയൊക്കെ വീടുകളിലും ഇവിടെയൊക്കെ ചുമ്മാ മൺകലത്തിൽ അടുപ്പത്ത് വെച്ചാൽ പയർ വേവിക്കണത്. അതിന് അതിൻ്റെതായ വേറൊരു രുചിയുണ്ട്. അതും പറഞ്ഞേക്കാലോ, മൺകലത്തിൽ വേവിക്കുമ്പോൾ നിനക്കറിയാലോ അതിന്റെ രുചി. അടുപ്പിൽ വെച്ചാൽ അന്ന് വേവിക്കണ, ഗ്യാസിലൊന്നുമല്ല. അന്നത്തെ കാലത്ത് ഗ്യാസൊക്കെ അപൂർവമാണ്. ഗ്യാസ് ഉണ്ടെങ്കിൽ തന്നെ 1 സിലിണ്ടർ എല്ലാ വീടുകളിലും ഉണ്ടാവുള്ളൂ. എൻ്റെ സ്കൂൾ കാലഘട്ടം കേട്ടോ ഞാൻ പറയണേ. അപ്പൊ അന്നേരമൊക്കെ എല്ലാ സംഗതികളും ഗ്യാസിലേക്ക് വെക്കൂല, അടുപ്പിലൊക്കെ വെക്കുന്നത്. അപ്പൊ മൺകലത്തിൽ വേവിച്ച് വെച്ചേച്ചാ ചെയ്യേണ്ട ഒറ്റയ്ക്കൊരു കാര്യം എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ കണ്ട് പോന്നേക്കണ ഒരു കാര്യമാണ്. വേവിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ പാത്രത്തിൽ വെക്കരുത്, അപ്പം തന്നെ ഉള്ളി മൂപ്പിച്ചത് ഉലർത്തിക്കൊള്ളണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെന്ത് പാത്രത്തിലിരുന്ന ഒരു ആവിക്കിന് പോലെ ഒരു വാടരി പോലെ രുചി വരും. അതുണ്ടാവാൻ പാടില്ല. വീട്ടിലെ അമ്മ പറയണത് എനിക്ക് വ്യക്തമായിട്ട് ഇതിനെപ്പറ്റി ആധികാരികമായിട്ട് പറയാൻ അറിയില്ല. പക്ഷെ ഞാനും പറ്റിച്ച് വെച്ചേച്ച് പിന്നെ ഉലർത്താൻ നോക്കാറില്ല. പറ്റിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ഉലർത്തിയിടും. അപ്പം ഇങ്ങനെ വേവുള്ള അച്ചിങ്ങ മാത്രമേ ഇങ്ങനെ വേവിക്കാവുള്ളൂ. വള്ളിയച്ചിങ്ങ ഇങ്ങനെ വേവിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആരും കഴിക്കൂല. കാരണം കലങ്ങി മറിഞ്ഞ ചുമ്മാ ജാമായിട്ടിരിക്കും. ഒരിക്കലും വള്ളിയച്ചിങ്ങ വെള്ളം ഒഴിച്ച് വേവിക്കരുത് കേട്ടോ. അവിയിൽ മാത്രം ചിക്കി എടുത്ത് വേവിച്ചാൽ മതി. അതിങ്ങനെ കപ്പങ്ങയൊക്കെ ഉലത്തും പോലെ നമ്മൾ മൂടിപ്പൊത്തി വെക്കുക, എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. അപ്പൊ ഈ ഒരുപാട് പേര് ഇതിനെപ്പറ്റി പല സംശയങ്ങളും ചോദിച്ചതുകൊണ്ടാണ് ഇതിന് മാത്രം ഇതിനെപ്പറ്റി സംസാരിച്ചത്. ഇത് പുതിയ പിള്ളേരായിരിക്കും ചോദിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് മാത്രം പറഞ്ഞതാട്ടോ. ഇത് ചെയ്യുന്നവരും ഇത് ഇങ്ങനെ ഈ രീതിയിൽ ചെയ്യുന്നവരും ഇത് അറിയാവുന്നവരും ഒക്കെ അങ്ങ് കണ്ണടച്ചേരട്ടോ. ഞാൻ ചിലപ്പോൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ പറയില്ല, നിങ്ങളൊന്ന് കണ്ണടച്ചേക്കാൻ. വള്ളിയച്ചിങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പയറുമണി എടുക്കാത്ത അച്ചിങ്ങ, ഒടിച്ചെടുക്കുന്ന ഒടിച്ച് മണി ഇല്ലാതെ പയറുമണി എടുക്കൂല അതിന്ന് നീ പറഞ്ഞ പോലെ. കാരണം എന്താന്ന് വെച്ചാൽ ഇങ്ങനെ ആ പാകത്തിന് നമ്മള് കട്ട് ചെയ്തെടുക്കും, അച്ചിങ്ങന്ന് ഒടിച്ചെടുക്കും. അല്ല, പയറിന്ന് കിള്ളി എടുക്കണത്. അപ്പൊ ചെടിയേന്നെ പയറ് ചെടിയെന്ന് അതിങ്ങനെ ഇത്രയും നീളം ഉണ്ടാവും. എന്നിട്ട് ഇങ്ങനെ കംപ്ലീറ്റ് ഒടിയിലായിരിക്കും. അപ്പൊ ഞാൻ ചിലപ്പോ അങ്ങനെ ഒടിയൽ മാത്രമായ ഒരു സുഖമില്ലെന്ന് ഓർത്ത് ചിലപ്പോ ഞാൻ അതിന്റെ പൊളിക്കാനില്ലെങ്കിലും പൊളിച്ച് ഇച്ചിരി മണിയതിലേക്ക് ഇടും. അപ്പൊ തൊണ്ട് വേസ്റ്റ് ഒത്തിരി പോകും തൊണ്ട്. അപ്പൊ അങ്ങനെ അത് ആവിയിൽ മാത്രമേ വേവിക്കാവുള്ളൂ. അപ്പൊ ഇതാണ് സംശയം. ഇത് ഞാൻ ഡീറ്റെയിൽ പറഞ്ഞത് ഇതുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അറിയാവുന്നവര് സദയം ക്ഷമിക്കുക. എന്നിട്ട് വലത്തണ മാത്രമേ നോക്കണമെന്നില്ല, വലത്തണ മാത്രമേ എല്ലാ വീടുകളിലും ചെയ്യണതാ. അപ്പൊ ഇനി 2 വിസിലേ അടിക്കാവുള്ളൂ. വെയിറ്റ് ഇടുക കേട്ടോ. തുറക്കട്ടെ. അപ്പൊ നമുക്കൊന്ന് തുറക്കാം. അച്ചിങ്ങ എന്ന് പറയുന്നത് ഇതിലെ ഗ്രീൻ കളർ ഇല്ലേ, അതിനാണ് അച്ചിങ്ങ എന്ന് പറയുന്നത്. പൊടിക്കുന്ന സാധനം ഞാൻ പറഞ്ഞുതരാം. ഒടിയലിനാണ് അച്ചിങ്ങ എന്ന് പറഞ്ഞത്, പൊളിയലിന് പയറെണ്ണം. പൊളിയൽ എന്ന് പറഞ്ഞാൽ പയറുമണി. അപ്പൊ ഞാൻ പറഞ്ഞ ക്ലിയർ ആയത് വിചാരിക്കുന്നു. ഞാൻ എങ്ങനെയാന്ന് പറയണേ,
അച്ചിങ്ങാപ്പയർ. ആ അപ്പൊ അച്ചിങ്ങയുണ്ട്, പുളിയിലും ഉണ്ട്. അച്ചിങ്ങാപ്പയർ. അപ്പൊ ശരിയല്ലേ? നിങ്ങൾ കമന്റിൽ അറിയിക്കണം ശരിയാണോ തെറ്റാണോ എന്ന്. പുളിയലിന് പയറുമണി എന്ന് അപ്പയൊക്കെ ഇവിടെ പറയണത്. പിന്നെ ഒടിയലിന് അച്ചിങ്ങ. ഈ ഗ്രീൻ കളറിന് അച്ചിങ്ങ അങ്ങനെ പറയണം. പറഞ്ഞോ എന്റെ ഭാഷ ഞാൻ പറഞ്ഞു. ചില സ്ഥലത്ത് വെള്ളക്കയ്ക്ക് മച്ചിങ്ങാന്ന് പറയും. പറയാറുണ്ട്. അതായത് തേങ്ങ ആവുന്നതിന് മുമ്പുള്ള കുഞ്ഞു പരുവം, ദാറ്റ് ഈസ് കോൾഡ് വെള്ളക്ക. നമ്മളതിന് വെള്ളക്കാന്ന് പറയാം. ഇവരെ ഒരു കാര്യം കാണിച്ചു കൊടുക്കട്ടെ. ഇച്ചിരി വെള്ളം വറ്റാനുണ്ട്. അതെന്നാ ചെയ്യേണ്ടതെന്ന് അറിയാമോ? പുലർത്തുമ്പോ വറ്റിച്ചാ പോരാ. പുലർത്തുമ്പോ വറ്റിച്ചാൽ വെള്ളച്ചൊവ വരും. അങ്ങനെ തുറന്നു വെക്കുക, വെള്ളം വറ്റിക്കോളൂ. ഒന്ന് ഇത് മാറ്റിക്കതേ, ഒന്ന് മറക്കിട്ടേട്ടോ. തന്നെ വെള്ളം വറ്റിക്കോളൂ. ഇച്ചിരി ഉള്ളൂതേ. അത് വെള്ളം പോരായി പോയി അടി പിടിച്ച് പോകില്ലേ, സ്വയം അങ്ങ് വറ്റിക്കോളും. അത് വറ്റി പയറ് വെന്തോ, നന്നായിട്ട് വെന്തോ. ഇച്ചിരി പൂർവ്വമുണ്ട്. പല ആൾക്കാർക്കും നമ്മുടെ അച്ചിങ്ങ കാണുമ്പോ കൊതിയാവുകയാണ്. പുറത്തുള്ളവർക്കൊക്കെ ചിലപ്പോ അവിടെ ഇത് കിട്ടാനുണ്ടാവൂല, ഫ്രഷ് കിട്ടൂലായിരിക്കും. അതായിരിക്കും, അതുകൊണ്ടായിരിക്കും. നോക്കിക്കേ, തുറന്നു വെച്ച് വെള്ളം വറ്റിച്ച കണ്ടോ? നീ ആ ഇരിക്കുന്ന വെള്ളം ഇല്ലേ, ഇവിടെ പുലർത്തമ്പേ ആയിക്കോളും. അത് വെച്ചിക്കേണ്ട കാര്യമില്ല. അപ്പൊ ഞാനിപ്പോ നല്ലവരായ കുറെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞതനുസരിച്ച് എപ്പോഴും കുക്കർ വേവിക്കുമ്പോ കറിവേപ്പില ഭക്ഷണസാധനത്തിന്റെ കൂടെ ഇടൂല കേട്ടോ. കാരണം എന്നാന്ന് വെച്ചാൽ അവര് പറഞ്ഞു തന്നത് വളരെ ശരിയാണ്. അതിന്റെ സേഫ്റ്റി വാൽവ് അത് പൊട്ടിത്തെറിച്ചതിന് അതിലേക്ക് എയർ പോവാതിരുന്ന. ഇന്നേ വരെ ദൈവത്തിന്റെ മഹാ അതിശയം കൊണ്ട് എനിക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അങ്ങനെ എപ്പോഴും വന്ന് അടഞ്ഞിരിക്കണമെന്നില്ല. അല്ല, ചാൻസ് 90% ഉണ്ടല്ലോ. കാരണം അത് അടഞ്ഞു പോവല്ലേ, അത് കയറി അടപ്പിലേക്ക് തെറിച്ച് വന്നു കഴിഞ്ഞാൽ ഇവിടെ അടഞ്ഞു. അപ്പൊ ഭയങ്കര വിഷയമായിരുന്നു അത്. നമുക്ക് എന്തായാലും ഭയങ്കര ഇതുകൊണ്ട് അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. പക്ഷെ ഇനിയും എല്ലാവരും അതാ ശ്രദ്ധിച്ചാൽ നല്ലതാണ്. കാരണം അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ വളരെ കറക്റ്റാണ്. കറിവേപ്പില കയറി അടഞ്ഞു പോയാൽ ഇത് പൊട്ടുന്നുള്ളത് ഉറപ്പാ. അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യരുത് കേട്ടോ. ഞാനങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്, എനിക്ക് ബൈ മിസ്റ്റേക്ക് പറ്റി ചെയ്തുകൊണ്ടിരുന്നതാണ്. എന്ന് വിചാരിച്ചത് മിടുക്കാന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെ അപകടം പറ്റാതിരുന്നത് ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് അപകടം പറ്റാതിരുന്നത്. അതായത് കുക്കറിൽ കറിവേപ്പില ഇടരുത്, അത് തന്നെ സാരം. അല്ല, അത് ഞാൻ പറഞ്ഞുകൊണ്ട് വിചാരിച്ചിട്ടുണ്ടോ വെന്തിരിക്കണത്. അപ്പോൾ എല്ലാം ചൂട് പാത്രത്തിലിരുന്ന് ബാക്കി അതിലൊരു സ്വല്പം വെള്ളം ഉള്ളത് വറ്റിക്കോളൂ. എപ്പോഴും ഇച്ചിരി വെള്ളം മുൻകൂർ വേവിക്കാൻ നേരത്ത് വെക്കണം, അല്ലെങ്കിൽ അടി പിടിച്ചു പോകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് കേട്ടോ. ഇച്ചിരി മുൻകൂർ വെള്ളം ഉണ്ടെങ്കിൽ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് വറ്റിച്ചെടുക്കാമല്ലോ തുറന്ന്. അങ്ങനെ ഒരു വിഷയം. ഇത് മൂത്ത് കഴിഞ്ഞാൽ ചതച്ച മുളക് പൊടി ഇട്ടാൽ നല്ലതാണ്. പക്ഷെ ചതച്ച മുളക് പൊടി തീർന്നു ഇല്ല, ക്രഷ്ഡ് ചില്ലി. അപ്പം അതുകൊണ്ട് ഈ മഞ്ഞപ്പൊടി ചേർക്കണമെന്നില്ല. കാരണം മഞ്ഞപ്പൊടി ഉപയോഗിക്കാൻ നേരത്തെ നല്ലൊരു പൊടിക്ക് ചേർത്തേക്കാം കേട്ടോ. അതുകൊണ്ട് എരിവ് മുളക് പൊടി പൊടിയായിട്ടുള്ളതാണ് ചേർക്കണം കേട്ടോ. ഇത് മൂത്തുവെല്ലാം നന്നായിട്ട് ഉള്ളി, ചുമന്നുള്ളി, വെളുത്തുള്ളി, വേപ്പില. വെളുത്തുള്ളി അച്ചിങ്ങയ്ക്ക് നന്നായിട്ട് വേണം. അതിവിടെ അമ്മച്ചി എപ്പോഴും പറയും, അച്ചിങ്ങയ്ക്ക് വെളുത്തുള്ളി കൂടുതൽ വേണം. അതെന്നാന്ന് വെച്ചാൽ അമ്മച്ചിയൊക്കെ സ്ഥിരമായി പറമ്പിൽ നിന്ന് അച്ചിങ്ങ പറിച്ചിങ്ങനെ ഉണ്ടാക്കൽ നിത്യേനയുള്ള ഒരു പരിപാടിയല്ലേ. അപ്പച്ചൻ്റെ ചുമന്ന കൊമ്പൂത്തിപ്പയർ. മുളക് പൊടി ഇത് മതിയാവും. മഞ്ഞപ്പൊടി, എരിവ് മുളക് പൊടി. എങ്ങനെ പിരിയൻ ചേർത്ത് കഴിഞ്ഞാൽ ശരിയാവോ? എരിവ് മുളക് പൊടിയും ചേച്ചിയുടെ നല്ല നിറം. ഇത് മൂത്ത് കഴിഞ്ഞാൽ ഈ ചതച്ച മുളക് പൊടിയും ഈ എരിവ് മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തൊക്കെ ഞാൻ ഇടാറുണ്ടായിരുന്നു വളർത്തുമ്പോൾ. ഇപ്പൊ ചതച്ച മുളക് പൊടി ഇല്ലാത്തതുകൊണ്ടാണ്. ഈ ചതച്ച മുളക് പൊടി തന്നെ ഇട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ല, വെച്ച് കഴിഞ്ഞാൽ അറിയാൻ ഒട്ടും കളർ കിട്ടൂല. അപ്പൊ മിക്സ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നല്ല കളറുണ്ടാവും. ചതച്ചതും എരിവും കൂടെ കേട്ടോ. പിരിയമുളക് പൊടി കൊഴുപ്പിനും കളർന്നുമല്ലേ. പിന്നെ അച്ചാറിനൊക്കെ പിരിയമുളക് പൊടി ചുറ്റി ചേർക്കാറുണ്ട്. ഇതാണ് നാടൻ അച്ചിങ്ങ. എല്ലാവർക്കും കൊതി വരണു എന്ന് പറയണത് വെറുതെ അല്ല, നാടൻ കണ്ടിട്ടായിരിക്കും. ഈ പുറത്തുള്ളവരാണെന്നൊന്നും പറയണം അല്ലേ. ഇല്ലേ അവിടെ കിടന്ന് ഒലരണം. അപ്പൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള അച്ചിങ്ങ ഒലത്ത് വല്യപ്പയുടെ വീട്ടിലെ വല്യമ്മച്ചിയുടെ, വല്യപ്പയുടെ അമ്മച്ചിയുടെ. അപ്പൊ എപ്പോഴും പറയും വല്യമ്മച്ചിയുടെ അച്ചിങ്ങ ഒലത്തും ചക്ക വേവിച്ചതും സൂപ്പറാണ്. പറയാറില്ല, നീ കേൾക്കാറില്ല. ഇനി വേവട്ടെ കേട്ടോ. വേവുമല്ല, വെള്ളം പറ്റിയൊന്ന് ഒലരണം, അത്രേ ഉള്ളൂ. അതാണ് അച്ചിങ്ങ പുലർത്തം. അച്ചിങ്ങ പുരാണം. ഒരുപാട് സംസാരിച്ച അച്ചിങ്ങയെ പറ്റി. അത് നിങ്ങൾ ചോദിച്ചോണ്ട് മാത്രമാണ് കേട്ടോ. അതെ,
അല്ലെങ്കിൽ പിന്നെ ഇത് നിസ്സാരമായിട്ടുള്ള ഒരു കറിയല്ലേ, നമ്മൾ അത്രയൊന്നും പറയാറില്ല. പറയണ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലര് ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോ ഇല്ലേ പലരും ആവശ്യപ്പെട്ടത് കൊണ്ട് ഇങ്ങനെ ഞാൻ പറയണതാണ് ഡീറ്റെയിലായിട്ട്. ആവശ്യപ്പെടുമ്പോ അവരുടെ ആവശ്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യണം തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് പല പ്രാവശ്യം ചോദിച്ചപ്പോ ഞാൻ ഇന്നലെ മകളോട് പറഞ്ഞു, എടി നമ്മൾ എന്തോരം പ്രാവശ്യം അച്ഛനെ വളർത്തിയത് കാണിച്ചാൽ ഇനി എന്നെ അത് കാണിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അവള് പറഞ്ഞു ഒരുപാട് പേര് ചോദിക്കുന്നില്ല, ഒരു പ്രാവശ്യം കൂടെ കാണിച്ചാൽ മതി. അത് കാരണം ഞാൻ കാണിക്കുന്നത് ബോറായിട്ട് തോന്നിയേക്കണവർ കണ്ണടച്ചേക്കുക. ഓക്കെ, ഇനി ഉലരണ്ട, ഇനി കഴിക്കാൻ നേരത്തെ ചോറിൽ വിളമ്പുമ്പോൾ കാണിക്കാം പോരെ? മതി. ഓക്കെ, ഓഫ് ചെയ്യുക. നല്ല ഒന്നാന്തരമായിട്ട് ഇതാണ് അച്ചിങ്ങ മെഴുക്ക് പുരട്ടി. ചില സ്ഥലങ്ങളിൽ ഇതിന് ഉപ്പേരി എന്നും പറയും. അത് പല സ്ഥലങ്ങളിലും. അപ്പൊ എനിക്ക് ചിലപ്പോ ഉപ്പേരി, ചക്ക ഉപ്പേരി എന്നൊക്കെ പറയുമ്പോ ഞാൻ അവർക്ക് ഇതെന്താന്ന് അപ്പൊ നോക്കുമ്പോ ഉലർത്തണതായി പറയുന്ന ഉപ്പേരി. അത് തൃശ്ശൂർ നാടുകളിലാണ് ഉപ്പേരി എന്ന് പറയുന്നത്. നിങ്ങളുടെ നാടുകളിൽ ഇതിന് എന്താ പറയണേന്ന് പറയാട്ടോ. ഞങ്ങള് മെഴുക്ക് പുരട്ടി എന്ന് പറയും, ഉലർത്തെന്ന് പറയും. അത് രണ്ടോ പറയൂ, ഓരോ സ്ഥലത്ത് ഓരോ രീതി എന്നല്ലേ. അപ്പൊ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയണേന്ന് പറയണേ, സ്ഥലപ്പേരും ഒന്ന് പറയണം കേട്ടോ. അതായത് ഡിസ്ട്രിക്ട് പറഞ്ഞാൽ മതി. കാരണം വെറുതെ ഒന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. ഓരോ ജില്ലകളിലും ഇതിന് എന്ത് പേരാണ് പറയണേന്ന് അറിയാനുള്ള ഒരു കൗതുകം കൊണ്ട് മാത്രം ചോദിച്ചതാ. അതെ, ആ സൈഡിൽ നാടൻ പയർ, നമ്മുടെ അച്ചിങ്ങ പുരാണം കഴിഞ്ഞിട്ടുള്ള അച്ചിങ്ങ പുരാണത്തിലെ അച്ചിങ്ങ പയർ. അച്ചിങ്ങയെ പറ്റി അമ്മ പറഞ്ഞിട്ടുള്ള ഡീറ്റെയിൽഡ് വിവരണങ്ങൾ കേൾക്കാൻ നിങ്ങൾ മറക്കരുത് കേട്ടോ. നിങ്ങൾക്ക് ബോറിംഗ് ആണെങ്കിൽ ക്ഷമിച്ചേക്കാം, ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ അതെ കമന്റുകൾ പറയുക. അല്ല, നിങ്ങൾ പറഞ്ഞോണ്ടാട്ടോ ഡീറ്റെയിൽസ് പറഞ്ഞു, അതുകൊണ്ട് മാത്രം. ഇനി നമുക്ക് മോരുകാച്ച ഒഴിക്കാം. സ്പെഷ്യൽ മോരുകാച്ച, സ്പൈസി ആൻഡ് സ്പെഷ്യൽ മോരുകാച്ച്. ചട്ടിയിൽ ഇരുന്ന് ഒന്നും ചെയ്തതല്ല കേട്ടോ കുറി. അങ്ങനെ നമ്മുടെ അച്ചിങ്ങാപ്പയറൊക്കെ വിളമ്പി കൂട്ടത്തിൽ ഒരു സ്പെഷ്യൽ സ്പൈസി മോര് കാച്ചിയതാണ് കേട്ടോ ഉള്ളത്. പിന്നെ തൊട്ടടുത്തൊരു ഇച്ചിരി കന്നിമാങ്ങ പിക്കിൾ ഇരിപ്പുണ്ട്. പിന്നെ ദേ ഈ മോര് കാച്ചിയെന്നുണ്ടല്ലോ, ഇതൊരു സ്പെഷ്യൽ ടൈപ്പാണ് കേട്ടോ. നമ്മൾ നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ലിങ്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതിയേ. അച്ചിങ്ങ പോലത്തേത് നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ വളരെ സുപരിചിതമായ ഒരു ഡിഷാണ്. എനിക്ക് തോന്നുന്നത് പച്ചക്കറി ഇഷ്ടമല്ലാത്തവരും വളരെയേറെ ആസ്വദിക്കുന്ന ഒരു കറിയാണ് ഈ അച്ചിങ്ങ പോലത്തേതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയ്ക്ക് ഹൃദ്യമാണ് അതിൻ്റെ ടേസ്റ്റ്. ശരിക്ക് ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നമ്മുടെ പാടത്ത് മേൽക്കണ്ടങ്ങളിൽ പറമ്പിനോട് ചേർന്നുള്ള കണ്ടങ്ങളിൽ ഈ പയറ് വിതയ്ക്കും. വിതച്ച് കഴിഞ്ഞുണ്ടാകുന്ന ആ പയറിൻ്റെ ഒരു രുചി നമുക്ക് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ പറ്റുന്നതല്ല. പാടത്ത് മുമ്പ് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ വിതയ്ക്കുന്ന പയറ് അതിന് സോഫ്റ്റ്നെസ് കൊണ്ട് അത് നല്ല ഭംഗിയായിട്ട് വേവുകയും ചെയ്യും. ഇപ്പോൾ ഈയിടെ ഞാൻ കടയിൽ നിന്നൊരു അച്ചിങ്ങ കുറച്ച് മേടിച്ചു, ഫ്രഷ് കൊണ്ടുവന്ന് ഇറക്കിയേ ഉള്ളൂ. നല്ലതായിരിക്കുമല്ലോ എന്ന് വിചാരിച്ച് മേടിച്ച് ഇവിടെ കൊണ്ടുവന്ന് കറി വെച്ച് കഴിഞ്ഞപ്പോൾ കണ്ട പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പയറിനകത്തുള്ള മണികൾ അങ്ങ് ചുക്കി ചുളിഞ്ഞു പോവുക. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വായിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര കടുപ്പാണ് അത് കടിക്കാനായിട്ട്. ശരിക്കും നല്ല പയറിൻ്റെ നല്ല പയർ വലത്തിയതിൻ്റെ പയർ എന്ന് വെച്ചാൽ ആ പയർ മണികൾ വെന്ത് വീർത്ത് അത് പൊട്ടും വെന്ത് കഴിയുമ്പോൾ. അതിനാണ് ശരിക്കുള്ള രുചിയുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഇപ്പം ആ വിത്തുകളും അതിൻ്റെ ഇനങ്ങളും കാണാറില്ല, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അതില്ലാത്തത്. ഇപ്പോൾ ഈ ഹൈബ്രിഡ് വെറൈറ്റിയൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. അത് ഭയങ്കര ഹാർഡാണ്. ഇപ്പോൾ ഇവിടെ ഇന്നലെ കിട്ടിയിരിക്കുന്ന ഒരു പയർ അതുപോലത്തേതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അത് കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ ഒരു സോഫ്റ്റ്നെസ് അത് തോന്നുന്നുണ്ട്, കുറച്ചുകൂടെ ഭേദപ്പെട്ടതാണെന്ന് തോന്നുന്നു. പക്ഷേ ഒരു കാരണവശാലും അത് പണ്ട് ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് കഴിച്ചിരുന്ന പയറിൻ്റെ 7 അയലക്കത്ത് പോലും അത് വരാൻ പോകുന്നില്ല. എങ്കിലും കമ്പാരിറ്റീവ്ലി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതിൽ വെച്ച് ഭേദപ്പെട്ട പയറാണെന്ന് തോന്നുന്നു. അച്ചിങ്ങ വലത്തിയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ ഹൃദ്യമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഞാനൊക്കെ അത് പൂട്ടിന് പോലും അത് കൂട്ടി കഴിക്കാറുണ്ട്. വളരെ ഹൃദ്യമാണ് അച്ചിങ്ങ വലത്തിയത്. പൂട്ട് കഴിക്കുന്നത് വളരെ രുചികരമാണ്, വളരെ ഹൃദ്യമാണ്. കഴിച്ചിട്ടില്ലാത്തവർ നല്ല അച്ചിങ്ങ വലത്തിയത് കൂട്ടി കുറച്ച് പൂട്ടൊന്ന് കഴിച്ചു നോക്കുക. ഇറ്റ് ഈസ് വെരി ടേസ്റ്റി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അമ്മതേ
ഭയങ്കര കാറ്റിന്റെ അടിയിലാണ് ഇരിക്കാൻ പോണേ. ചൂട് 5-ലേക്ക് ഇട്ടേക്കുവാ. ആ പിന്നല്ല. ഞാൻ ചൂടാറാൻ വേണ്ടി വെച്ചിരുന്ന, പക്ഷെ ചൂടാറിയില്ലായിരുന്നു. ചീൽപാത്രത്തിൽ ഇരിക്കണോണ്ടേ. ചൂട് സമയത്ത് ചൂട് കുടിക്കുമ്പോ വല്ലാത്തൊരു പ്രശ്നം. നിനക്ക് തണുക്കാനോ വെള്ളം വെച്ചേക്കാം. വേണ്ട വേണ്ട, ഒരുപാട് തണുത്ത് കഴിഞ്ഞാൽ സുഖം ഉണ്ടാവില്ല. കുറച്ച് ചൂട് വേണം, പൊള്ളുന്ന ചൂട് വേണ്ടെന്നുള്ളൂ. എൻ്റെ പ്ലേറ്റിലെ കറികളൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും കറികളിൽ ചിലതൊക്കെ അഡീഷൻ ഉണ്ടല്ലോ. അപ്പയുടെ പ്ലേറ്റ് വെച്ച് നോക്കുമ്പോൾ ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. പാവയ്ക്കായ ഉണ്ട്, അത് ഉച്ചത്തെ കുറച്ച് ബാക്കിയുള്ളതാണ് കേട്ടോ. പിന്നെ നാരങ്ങാക്കറി സ്പെഷ്യലായിട്ട് അമ്മ നേരത്തെ ഉണ്ടാക്കിയത് എനിക്ക് കുറച്ച് എടുത്തു വെച്ചിരുന്നതാണ് കേട്ടോ, ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അതാ പുളിശ്ശേരിയും നമ്മുടെ നാരങ്ങ വറുത്തരച്ചതും പാവയ്ക്കയും അച്ചിങ്ങയും കൂട്ടി ഒരു പിടിയാണ്. അപ്പക്കിനി വേണോ? ഈ പുളിശ്ശേരിയും നാരങ്ങക്കറിയും ബെസ്റ്റ് കോമ്പിനേഷൻ ആട്ടോ. കൂടെ നാടൻ അച്ചിങ്ങ ഉലർത്തും. ആഹാ, അമ്മ ലേശം കൂടി ശർക്കര ഇടാറുണ്ടല്ലോ, ഇത്തവണ ശർക്കര കുറച്ചായിട്ടങ്ങനെ. എനിക്ക് ഇച്ചിരി കൂടി ശർക്കര ഉള്ള ഇഷ്ടം. പാവയ്ക്കയുടെ കയ്പ്പ് നല്ല രസം ഇതിൻ്റെ കൂടെ കഴിക്കാൻ. സമയം 10:30. ഓ, നീരിറങ്ങിയപ്പോൾ ആ മധുര ഇച്ചിരി കുറവ് പോലെ തോന്നണതല്ലേ? വെറുതെ അല്ല. അപ്പം പിന്നെ ഇനി ശർക്കര ഇടണ്ട, ഇനി ഇട്ട് കഴിഞ്ഞാൽ കൂടിപ്പോവും. അപ്പം ഇത് ധാരാളം മതി. അമ്മ ഇനി എന്നാ ചെയ്യാൻ പോണേ? രാത്രി 10:30. വീഡിയോസൊക്കെ കാണാൻ പോവാ. കണ്ടിട്ട് ഇനി എപ്പോൾ കിടക്കും? നല്ല ഫാനായിട്ടേക്കണേ, അതിൻ്റെ സൗണ്ട് ആട്ടോ അത്. ചൂട് കാരണം ഒരു നിവൃത്തിയില്ല. ഓക്കേ, ബൈ ബൈ, ഗുഡ് നൈറ്റ്.